എഡ്യൂക്കേഷൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. അധ്യാപനം തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഹിന്ദി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞവർക്ക് കേരള ഹിന്ദി പ്രചാരസഭയുടെ ഒരു വർഷത്തെ ഭൂഷൺ കോഴ്സ് പഠിക്കാവുന്നതാണ്. 10ാം ക്ലാസ് വരെ മാത്രം ഹിന്ദി പഠിച്ചവർക്ക്, അതായത് +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിക്കാത്തവർക്ക് പ്രചാരസഭയുടെ പ്രവേശ് എന്ന കോഴ്സും അതിനോടൊപ്പം ഭൂഷണും ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ദൈർഘ്യം 1.5 വർഷമാണ് വരുന്നത്. പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ നേരിട്ട് നടത്തുന്ന ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, എലമെൻ്ററി നമുക്ക് ആ വാക്കി തന്നെയുണ്ട്, പ്രൈമറി സെക്ഷനിൽ, യു-പിയിലെ പ്രൈമറി സെക്ഷനിൽ പഠിപ്പിക്കുന്നതിനുള്ള കോഴ്സാണ്. ആ കോഴ്സ് ചെയ്യുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് DLED നേരിട്ട് ചേരാനായിട്ട് കഴിയും. അപ്പോൾ വരുന്നൊരു സംശയമാണ്, +2 ഹിന്ദി അല്ലാത്തവർക്കോ? അപ്പോൾ +2 ഹിന്ദി അല്ലാത്തവർ കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭൂഷൺ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 2 വർഷത്തെ DLED ട്രെയിനിങ്ങിന് ചേരാൻ സാധിക്കുന്നതാണ്. ഇനി കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭൂഷൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത കോഴ്സാണ് സഭയുടെ തന്നെ ബിരുദം കോഴ്സായിട്ടുള്ള സാഹിത്യാചാര്യ. ഈ സാഹിത്യാചാര്യ കോഴ്സ് 3 സെമസ്റ്ററാണ് വരിക. അതായത് അതിനകത്ത് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു സെമസ്റ്റർ പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഒരുമിച്ച് എഴുതാം. അപ്പോൾ സാഹിത്യാചാര്യ ഒരു വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. സാഹിത്യാചാര്യ പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കേരള ഹിന്ദി പ്രചാരസഭയുടെ ഭൂഷൺ പാസ്സാവുക, അല്ലെങ്കിൽ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ വിശാരദ് പാസ്സാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തിലെയോ കേരളത്തിന് പുറത്തോ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൻ്റെ BA BSc ഡിഗ്രികൾക്ക് അതിന് 2 വർഷം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BSc കെമിസ്ട്രി പഠിച്ചു. അപ്പോൾ അതിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി 4 സെമസ്റ്ററിൽ വരും. ആനുവൽ സ്കീം ആണെങ്കിലും 2 വർഷം വരും. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സാഹിത്യാചാര്യ കോഴ്സിൽ ചേരാനായിട്ട് സാധിക്കും. സാഹിത്യാചാര്യ കോഴ്സ് ചെയ്താൽ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, +2 ശേഷം ഭൂഷൺ ചെയ്താൽ, ഭൂഷൺ കംപ്ലീറ്റ് ചെയ്ത് കാറ്റഗറി 4 പാസ്സായി, കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സായിട്ട് നമുക്ക് PSC നടത്തുന്ന ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതല്ല, ഭൂഷൺ കോഴ്സിനോടൊപ്പം DLED കൂടി വേണം എന്നുള്ളവർക്ക് ഭൂഷൺ കഴിഞ്ഞാൽ DLED ചെയ്യാനും സാധിക്കുന്നതാണ്. DLED ചെയ്താൽ ഒറ്റ ഇതേ ഉള്ളൂ, നമുക്ക് അപ്പർ പ്രൈമറി സ്കൂളിൽ, UP സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. കാറ്റഗറി 4 എഴുതി UP സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയും. പക്ഷേ സാഹിത്യാചാര്യ ആണ് നമ്മൾ പാസ്സാവുന്നതെങ്കിൽ, സാഹിത്യാചാര്യ പാസ്സാവുന്ന യോഗ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു. സാഹിത്യാചാര്യ ആണ് നമ്മൾ പാസ്സാവുന്നതെങ്കിൽ അതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, സാഹിത്യാചാര്യയുടെ 1 വർഷ കോഴ്സ് പാസ്സായതിന് ശേഷം നമുക്ക് BEd പോവാം. NCT അംഗീകൃതമായിട്ടുള്ള കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ആചാര്യ BEd ചേരാം. അങ്ങനെയാണെങ്കിൽ കാറ്റഗറി 3 പാസ്സായതിനു ശേഷം നമുക്ക് HSI ഹൈസ്കൂൾ അസിസ്റ്റൻ്റായി മാറാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്തും കേരള യൂണിവേഴ്സിറ്റിയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി സാഹിത്യാചാര്യ ജയിച്ചവർക്ക് എന്താവാം? BA ഹിന്ദി ആക്കാനായിട്ട് പറ്റും. അതിന് 2 സ്കീമാണ് ഉള്ളത്. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും BA BSc ഡിഗ്രീസ് പാസ്സായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈക്വലി ചെയ്ത് BA ഹിന്ദി ആക്കാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ തുല്യത നേടാനായിട്ട് അതിന് ഇംഗ്ലീഷ് പേപ്പറും സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറും ഇതിലേക്ക് ആഡ് ചെയ്ത് BA ഹിന്ദി ആക്കാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ, ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ലാത്ത കോഴ്സ് വേറെ ഏതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MGയുടെ എങ്ങാനുമാണ് പാസ്സായിട്ടുള്ളതെങ്കിൽ നമുക്കത് പറ്റില്ല. അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവർക്കും അത് പറ്റില്ല. അങ്ങനെയുള്ളവർ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് പേപ്പറും ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജും എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് BA ഹിന്ദി ആക്കാം. അപ്പോൾ നമുക്ക് നിലവിൽ പ്രവേശ്, ഭൂഷൺ, സാഹിത്യാചാര്യ തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. എന്തെങ്കിലുമൊക്കെ വിവരങ്ങളുള്ളവർ ഞാൻ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക്
അതിൻ്റെ സംശയ നിവാരണം നടത്തി തരുന്നതായിരിക്കും. ഓക്കെ.